എല്ലാം വെച്ചാ ഉഴുന്ന് പരിപ്പ്, ചെറുപയറ്, ഗ്രീൻ പീസ്, കുറച്ചരി. ഇത്ര അരി വേണ്ട കേട്ടോ, കുറച്ചേ വേണ്ടു, സ്വാദിനെ വേണ്ടു. മുളക് പൊടി അല്ലേ, കായപ്പൊടി ഇല്ലേ? കായപ്പൊടി. അല്ല ഉഷ എവിടെ? ഉഷോടാണല്ലോ ഞാൻ അത് തുടരാൻ ചീഞ്ചട്ടി. എന്താണാവോ? ചീനച്ചട്ടി എടുത്തിട്ട് വാ, വറക്കണ്ടേ? ചീനച്ചട്ടി ചട്ടും കൊണ്ടുപോവാ. ചീനച്ചട്ടിയാ? ആ, ചീനച്ചട്ടിയോ? ഞങ്ങളൊന്നും ചീനച്ചട്ടി അല്ലേ, കടായിയാണ്. കടായിയോ? കടായി കടായി വാങ്ങില്ലല്ലോ, കുറച്ച് കൂടുതലല്ലേ. പണ്ടത്തെ കാലത്തെ ചീനച്ചട്ടി, പണ്ടത്തെ കാലത്തല്ല, ഇപ്പോഴത്തെ കാലത്ത് പഴയ ആൾക്കാർ. അതെ, പിശുക്ക് കൂടിയിട്ടുണ്ട്, പിശുക്ക് കൂടി. ഞങ്ങളുടെ അത്ര കാശൊന്നും വെളിച്ചെണ്ണ കാണില്ലേ അവർക്ക്? എടുക്ക്, നീ എന്നെ എവിടെയും കൊണ്ടേ വെച്ചിട്ടുണ്ടാവുക, മനസ്സിലായ? നീ ദോശക്ക് പൊടി അത്യാവശ്യം എടുത്ത് കഴിക്കാറില്ല. ആ, എന്നിട്ട് പിന്നെ നീ എന്താ കടായി എടുക്കാതെ നമ്മൾ ഉണ്ടാക്കണത് ഇതിലല്ലേ? ഞാൻ സാധാരണ എല്ലാവരും എണ്ണയാണ് ഉപയോഗിക്കുക, നമ്മള് വെളിച്ചെണ്ണയാണ് എടുക്കാറുള്ളത്. സ്വാദ് കുറച്ചുകൂടി കൂടും. പിന്നെ ഞാൻ അധികം ക്വാണ്ടിറ്റി പൊടിക്കാറില്ല, കുറച്ചേ പൊടിക്കാറുള്ളൂ. കൂടുതൽ പൊടിക്കണമെങ്കിൽ നമുക്ക് എണ്ണയാണ് നല്ലത് എന്ന് പറയും. അപ്പൊ അതിലത്തെ വെള്ളം ഒന്നങ്ങോട്ട് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് ഒഴിക്കാം. ചട്ടുക എടുത്തോ? റെഡിയാക്കി വെക്കുന്നവരാ. ഇത്രയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടാ. വെച്ചോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാച്ചാല് ആദ്യം ഉഴുന്ന് പരിപ്പ് എടുക്കും. ഇത്ര ഐറ്റംസ് കണ്ടില്ലേ? ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല എന്ന് വേണ്ട. അതെ, ഇത്ര ഐറ്റംസ് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല. ഇവിടുത്തെ അമ്മമ്മ അസലായിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറച്ച് കൂടുതലിടും. അല്ലാതെ ഈ വക സാധനങ്ങളൊന്നും ഇടില്ല. എല്ലാ പ്രാവശ്യം ഇപ്പൊ ഞാനാണ് പൊടിക്കാറ് മോളെ. ഞാൻ പറഞ്ഞപ്പോഴെന്നെയാണ് ഇപ്പൊ ഇതൊക്കെ കാണുന്നത്. ഇന്നത്തെ ആൾക്കാര് മര്യാദക്ക് ധാന്യങ്ങൾ കഴിക്കില്ല, പച്ചക്കറി കഴിക്കില്ല. അപ്പൊ എന്തൊക്കെ ഉണ്ട്? അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളുണ്ട്, തൊലിപ്പുറമുള്ള അസുഖങ്ങള്, സ്കിന്നും എല്ലാം പ്രശ്നം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നല്ല വൈറ്റമിൻ ആയിട്ടും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ദോശയ്ക്ക് ഒപ്പി കഴിക്കണം. എന്റെ അമ്മമ്മ ഉണ്ടാക്കുമ്പോഴേ ഉഴുന്ന് നല്ലോണം കൂടുതലെടുക്കും. ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളപ്പൂ ഉണ്ടാവും, മുളകും ഉണ്ടാവും, കായപ്പൊടി ഉണ്ടാവും, ഉപ്പും ഉണ്ടാവും, എല്ലാം. ആ ഉപ്പ് ഉപ്പെടുത്തില്ല, ഉഴുന്നും പരിപ്പും മുളകും. അതുകൊണ്ട് എന്താ പെട്ടെന്ന് മടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കായപ്പൊടി ഇടും, നല്ല സ്വാദാ. നീ വർത്താനം നിർത്തിയിട്ട് ഇതിലേക്ക് നോക്കാം. ഇത് എങ്ങനെയാ? നീ ഞാൻ പറഞ്ഞില്ലേ, എന്നൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ചുമക്കര വറക്കണം. കുറച്ച് ക്ഷമ വേണം. വായനാ വിട്ടടിച്ചിട്ട് കാര്യമില്ല. ക്ഷമ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇത് പകുതി അവിടെ ഇട്ടിട്ട് അതിന്റെ ഇടയില് ഫോണ് നോക്കണം, നാട്ടുകാരെ പറ്റിയിട്ടുള്ള ഗോസിപ്പുകൾ പറയണം. അതിന്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനോരാജ്യം കണ്ടിരിക്കണം. അതിന്റെ ഇടയിൽ കൂടെ ഇന്നലെ മിന്നു ചത്തുപോകുന്നു പറയുന്ന സങ്കടം. അയ്യോ എന്റെ പട്ടിക്കുട്ടി കോഴി പാവം, ഞങ്ങളെ നോക്കായിട്ടാണ് അല്ലട്ടാ. നല്ല സങ്കടമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ പശുക്കുട്ടിയോളേനി ഞങ്ങളുടെ പട്ടിക്കുട്ടിന്റെ ശബ്ദമൊക്കെ പോയി. സങ്കടമുണ്ട് എനിക്ക്, നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളോട് സ്നേഹമല്ല, അതല്ലേ എന്താ പറയാ എല്ലാരും ഇട്ടിട്ട് ഇതാക്കണത്. എന്താക്കണം? ഞാൻ ചെയ്യാറില്ല. നീ മുട്ട തിന്നാറില്ലേ? ഞാനൊന്നും കഴിക്കില്ല. സാധാരണ എങ്ങനെയാ ചെയ്യാച്ചാല്, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് വറക്കണതുകൊണ്ടാണ് കുറച്ചെടുത്തത്. സാധാരണ ചെയ്യാ കുറച്ച് കൂടുതലാവൂലോ. അപ്പൊ നാഴി ഉഴുന്നൊക്കെ നാഴി എടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവുക. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ വെച്ചാല്, ഇത് ചുമക്കണില്ലേ? ഇപ്പൊ ചുമന്നത് കണ്ട നിങ്ങള്? എന്തൊരു കഷ്ടം നോക്ക, ഏത് സമയത്തും കറണ്ട് പോക്കാം. എന്നിട്ടോ ഇലക്ട്രിസിറ്റി ബില്ലിന് ഒരു കുറവില്ല. അതിങ്ങനെ കൂട്ടി ഇനിയിപ്പോ പൊടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പാട്? അതിപ്പോ പൊടിക്കല് കഴിയും. അപ്പൊ ഞാൻ ഒറ്റയടിക്കാ പണിയാ കഴിഞ്ഞു. ഉഷട ചീത്ത ഇന്ന് രാവിലെ നോക്കുമ്പോ മോട്ടർ അടിക്കാൻ കഴിഞ്ഞില്ല.
ഞാൻ വിചാരിച്ചു ഈശ്വരാ അന്ന് നീ കുളിക്കാൻ പറ്റില്ലായിരിക്കോ വിചാരിച്ചു. എനിക്കിട്ട് പണി കിട്ടുമോ വിചാരിച്ചു. കുളിക്കാൻ പണി കിട്ടുമോ അവൾക്ക് വെള്ളം പോരണ്ടിരുന്നു. പണിയെടുക്കണ ഭയങ്കര പണി. ചെറുപയറിട്ടു. നിന്റെ അമ്മമ്മ എന്ത് പണിയിട്ടോട്ടെ, ഞാൻ ചെറുപയറിട്ടു. ഇതെല്ലാം കൂടി ഉണ്ടാവുമ്പോഴുള്ള സ്വാദ് നിന്നെ കൊണ്ട് തീറ്റിച്ചിട്ട് നിന്നെ വേറെ ഇങ്ങനെ സ്വാദുണ്ടെന്നുള്ള കാര്യം ചെയ്തൂടെ? എന്താ ചേച്ചി നമുക്കിതൊരു ബിസിനസ് ആക്കിക്കൂടെ? ആക്കാനൊക്കെ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് ഫുഡ് ലൈസൻസ് എടുക്കണം, എല്ലാ പണികളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ന് പോയി നാളെ കാണാത്തവര് പറ്റില്ല. സ്ഥിരമായിട്ട് എന്റെ കൂടെ നിൽക്കാൻ ഞാൻ സ്ഥിരം കിട്ടാ ഞാൻ നിൽക്കും. ഞാനിന്റെ ചേച്ചിയുടെ കൂടെ എന്തിനേതിനും ആ ഒപ്പ ചേച്ചിയെ വലിയ സ്റ്റൈലേക്ക് ചേച്ചിയുടെ തന്നോട് എന്താ വഴി അത് ചെയ്യും നമ്മള് തല്ലൂടും. അത് വേറെ അടുത്തത് ഗ്രീൻ പീസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ കയ്യില് വടപ്പരിപ്പ് ഉണ്ട് വിചാരിക്കുക, അത് ഇട്ടാ നല്ല സ്വാദ്. കുറേ ഇടരുത്, കടലട്ടോട്ടും കുഴപ്പമില്ല. കുറെ ഇടരുത്, അതൊക്കെ കുറച്ചേ പാടും. ഏറ്റവും കൂടുതൽ വേണ്ടത് മുതിരയും ഉഴുന്ന് പരിപ്പാണ്. ഇപ്പൊ മുതിര ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാന് ചെറുപയർ ഇട്ടൊന്ന് മാത്രം. ചെറുപയർ ഇട്ടൊന്നും കുഴപ്പമില്ല. മുതിര, ഉഴുന്ന്, ചെറുപയറ്, ഇങ്ങനെ എന്താ ഗ്രീൻ പീസ്, വെള്ളപ്പയർ അറിയാട്ടോ. ഞാൻ അറിയാം, എനിക്ക് അത്ര അറിയില്ല. ഇടുന്നവരുണ്ടോ? അതെ, ഇന്നിപ്പോ കറണ്ട് പോയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തില് കുളിക്കാം. ശരി കേട്ടോ, സൂപ്പർ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ പേടിയല്ലേ? ഉണ്ടല്ലോ. അത് ഉഷയ്ക്ക് സമാധാനിക്കാം. ഉഷയുടെ തലച്ചോറൊന്നും പിന്നില്ലേ? എന്റെ തലച്ചോറിക്ക് ഒരാളെ എടുക്കില്ല. ഒരാളെ എടുപ്പിക്കാൻ സമ്മതിക്കില്ലേ? ഉഷയുടെ അടുത്തേക്ക് വന്ന അമീബ ഒന്നും നോക്കും. ശരിയാവില്ല, മനസ്സിലായി. ഞാനത് കാരണം ഇവിടെ കുളത്തിൽ കുളിക്കുന്നില്ല. എന്റെ തലച്ചോറ് അമീബയ്ക്ക് കൊടുക്കാൻ പിടിച്ച് കുളിച്ചാൽ മതി. ഇത്ര ചെവി അപ്പൊ ചെവിയുടെ ഉള്ളിൽ കൂടെ പോവും. നാവ് പിടിക്കാൻ മറക്കില്ല. വായക്കൂടെ ഉള്ളിൽ കൂടെ വെള്ളം പോയി എന്ത് ചെയ്യും? അപ്പൊ നല്ലോണം തൈട്ടാ. ഇനി എന്ത് ചെയ്യാച്ചതെന്ന് ഒരു പിടി മതി. എന്തത് ചോറ് വെക്കാൻ അത്ര അരിയോ? ശരിക്കേ പൊന്നരി വെക്കാണ് കുറച്ചും കൂടി. പൊന്നരി ഞാൻ ഇടാറുള്ളത്. ഇതിട്ടോണ്ടും കുഴപ്പമില്ല. ഇത് നല്ല സ്വാദിനെ പുഴുക്കാൻ മട്ടരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു സ്വാദ് വ്യത്യാസത്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്, മനസ്സിലായ? എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് എന്ത് ചെയ്യാച്ചാൽ കുറച്ച് മുളക് പൊടി ഇടണം. കാരണം എന്താ വെച്ചാല് സ്പൂണോണ്ടാണ് ഉള്ളത്. ഈ ഇതുകൊണ്ട് ഒരു സ്പൂണ് നമ്മളിങ്ങനെ മുളക് പൊടി, മുളക് ഇടാണ് ഏറ്റവും നല്ലത് കേട്ടാ. ഇന്നിപ്പോ എന്താ വെച്ചാലേ മുളക് ഞാൻ ഉണക്കാൻ വെയിലത്ത് വെച്ചു. വെയിലത്ത് കിട്ടിച്ചിട്ട് കഴുകി വെച്ചു. വെയിലത്തിന് കണ്ടപ്പോ അപ്പൊ ഒടുക്കത്ത മഴ. അപ്പൊ പിന്നെ ഇത് നിങ്ങൾക്ക് ഇനി കാണിച്ചല്ല ഒഴിവാകണ്ടോ വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്തതാണ്. കണ്ടോ? ഇനി ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ? കായപ്പൊടി. കായപ്പൊടി അതൊന്നിങ്ങനെ ചൂടാക്കും ഒക്കെ പറഞ്ഞു ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മള് നല്ലോണം ഇളക്കുക. എന്തിനാ വെച്ചാലേ ഈ പൊടികളുടെ മണം പച്ചക്കുത്ത് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് നമ്മളിങ്ങനെ ചെയ്യാം. ഇതിങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ടേ ഉപ്പിടാൻ പാടുള്ളൂ. എന്നിട്ട് ഇപ്പൊ ചൂടോടെ ചിലപ്പോ ഉപ്പിട്ടാല് ആ ഒരു വെള്ളം ഒന്നും കൊണ്ടിരിക്കും, മനസ്സിലായ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പിടി ഒരു ഇത്ര കുത്ത് നമുക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇതിട്ടിട്ട് പൊടിക്കാം. പൊടി ആയിട്ടോളൂ. അമ്മമ്മക്ക് ചായ നീ വേറെ പാത്രത്തിൽ വെച്ചേക്കിട്ടാ. ചുമക്കിക്ക് ഒരു